ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഷോപ്പിംഗ് വ്ളോഗാണ്. ഇന്നത്തെ ബ്ലോഗിൻ്റെ അതായത് ഇന്നത്തെ ഷോപ്പിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബ്രദറിൻ്റെ മാരേജ് വരെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു വെഡ്ഡിങ് പർച്ചേസാണ്. വെഡ്ഡിങ് പർച്ചേസ് ഞങ്ങൾക്കും ഡ്രസ്സ് എടുക്കണം, ചെക്കനും പെണ്ണിൻ്റെ സാരി എടുക്കണം. ചെക്കൻ്റെ ഡ്രസ്സൊക്കെ എല്ലാം ഓൾറെഡി അവർ തന്നെ ബുക്ക് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അന്ന് റെൻറ്റിന് എടുക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊന്നും നോക്കണ്ടേ. ഇപ്പോൾ ബാക്കി ഞങ്ങൾക്ക് എല്ലാവർക്കും ഡ്രസ്സ് എടുക്കണം, പിന്നെ സ്നേഹയ്ക്ക് വിരിപ്പാൾ സാരി എടുക്കണം. അപ്പം അങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് ഇന്ന് പോവാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഉണ്ട്, ഞാനും അമ്മച്ചിയും ചേട്ടയും പിന്നെ അതേപോലെ എൻ്റെ ഹസ്ബൻഡും സ്നേഹയും കൊച്ചും എല്ലാവരും കൂടി ഇന്ന് ഷോപ്പിങ്ങിന് പോവാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ. എറണാകുളത്ത് തന്നെയുള്ള വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഒരു പുതിയൊരു ഇത് പാലാരിവട്ടത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എറണാകുളത്ത് തന്നെ പാലാരിവട്ടത്തും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇന്നിപ്പോൾ ഞങ്ങൾ പോകുന്നത്. എൻ്റെ കല്യാണത്തിനൊക്കെ എടുത്തതും ഈ സെയിം കടയിൽ നിന്ന് തന്നെയായിരുന്നു. അപ്പോൾ പാലാരിവട്ടത്തല്ല, അവരുടെ എറണാകുളത്തുള്ള കടയിൽ നിന്നായിരുന്നു എൻ്റെ കല്യാണത്തിനൊക്കെ എടുത്തത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും സ്നേഹ അതും കൂടിയായിരുന്നു പുറകിലിരുന്ന് വെച്ചത്. അപ്പോൾ അതും ആണെങ്കിൽ സ്നേഹയുടെ മടിയിൽ തന്നെ ഇരിക്കണേ. ആ സ്നേഹയുടെ മടിയിൽ നിന്ന് മാറുന്നതും കൂടിയില്ല, എൻ്റെ മടിയിലോട്ട് പോലും വന്നില്ല അവൻ. സ്നേഹാങ്ങാന്നാണ് അവൻ സ്നേഹനെ വിളിക്കുന്നത്. സ്നേഹാൻ്റി എന്ന് വിളിക്കാൻ അറിയാമെങ്കിലും അവൻ സ്നേഹാങ്ങയെന്നേ വിളിക്കാറുള്ളൂ. അപ്പോൾ ചേട്ടയും അമ്മച്ചിയും സെബാനും കൂടെ ഫ്രണ്ടിലിരുന്നു, അപ്പിച്ചി ഏറ്റവും ഫ്രണ്ടിലിരുന്നു. ഞങ്ങൾ യൂബർ ബുക്ക് ചെയ്താണ് പോകുന്നത്. അതാവുമ്പോൾ നമുക്ക് നേരെ അവിടെ പോയി ഇറങ്ങിയാൽ മതിയല്ലോ. അല്ലെങ്കിൽ പിന്നെ ബസ്സിനൊക്കെ പോകാൻ ചടങ്ങായിരിക്കും. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ വേറെ വണ്ടിക്കും ടൂ വീലറിനൊക്കെ ആണെന്നാണെങ്കിലും നമുക്ക് ഒരുമിച്ചുള്ള ഒരു പോക്ക് നടക്കത്തില്ല. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സെബാൻ്റെ ഫോണിൽ സെബാനും വീഡിയോ എടുക്കുന്നുണ്ട്. എനിക്ക് അയക്കാൻ വേണ്ടി തന്നെയാണ്. അയാൾക്ക് വേറെ വീഡിയോ ഇടണ പരിപാടികളൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ കടയുടെ ഫ്രണ്ടിലെത്തി. കടയിൽ നിന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിയ ഷോപ്പാണ് കേട്ടോ. നല്ല വലിയൊരു ഷോപ്പാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ കയറണമെന്ന് കുറച്ച് ആളായി വിചാരിക്കുന്നു. അപ്പോഴാണ് ഇപ്പോൾ കല്യാണം വന്നപ്പോഴേക്ക് എന്തായാലും കല്യാണത്തിന് പർച്ചേസിന് പോകാമല്ലോ. അപ്പോൾ ഞങ്ങളുടെ ഒരു കസിനൊക്കെ പറഞ്ഞു അവിടെ അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ ഉണ്ട്. അതുമല്ല ഒരുപാട് വലിയ റേറ്റ് ഒന്നും ഇല്ല എന്നൊക്കെ. വെഡ്ഡിങ് കളക്ഷൻസിന് ഒരുപാട് വലിയ റേറ്റ് ഒന്നും ഇല്ല. എന്ന് വെച്ചാൽ സാധാരണ വെഡ്ഡിങ് കളക്ഷൻസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം റേറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് അധികം വലിയ റേറ്റ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് അത്യാവശ്യം എല്ലാം പർച്ചേസ് ചെയ്ത് നമുക്ക് പോരാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടേക്ക് തന്നെ പോയി. അങ്ങനെ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകണം എന്നുള്ള കൺഫ്യൂഷനായി. അപ്പോൾ അവിടെ തന്നെ സ്റ്റാഫുകളൊക്കെ ഉണ്ടല്ലോ, നമുക്കെല്ലാം പറഞ്ഞു തരാനായിട്ടുള്ള സ്റ്റാഫുകളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഈ പെണ്ണുങ്ങളുടെ കൂടെ ഷോപ്പിങ്ങിന് പോകാമെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ചെറിയ പരിപാടിയൊന്നും അല്ലല്ലോ. ഇങ്ങോട്ടേക്ക് പോകണം, കണ്ട സ്ഥലത്തോട്ടൊക്കെ പോകാൻ തോന്നും. ഒരു സാരിയുടെ ഒരു സെക്ഷൻ കണ്ട് അങ്ങോട്ടേക്ക് ഓടും, ഒരു ചുരിദാറിൻ്റെ സെക്ഷൻ കണ്ട് അങ്ങോട്ടേക്ക് ഓടും. അപ്പോൾ അതുകൊണ്ട് അപ്പിച്ചും കൂടെ അപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ വെഡ്ഡിങ് സാരി ആദ്യം സ്നേഹക്കുള്ള വിരിപ്പാ സാരി നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അത് പൊക്കത്തെ ഫ്ലോറിലാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരെ എസ്കലേറ്റർ കയറി അമ്മച്ചും കൊണ്ട് ലിഫ്റ്റിലോട്ടും പോയി. അവർക്ക് ലിഫ്റ്റിൽ കയറി വരാമെന്ന് പറഞ്ഞു. അവർക്കാകുമ്പോൾ ഇങ്ങനെ എസ്കലേറ്റർ കയറാനായിട്ട് അമ്മച്ചിക്കൊക്കെ പൊതുവെ ഇച്ചിരി മടിയുള്ള കൂട്ടത്തില്ല. അപ്പോൾ അതുവിനാണെങ്കിൽ എസ്കലേറ്റർ തന്നെ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് അതും പപ്പ ആദ്യമേ ഓടിക്കയറി. അവർ കയറി. പിന്നെ അതുവാണെങ്കിൽ ആ പപ്പനെ വലിച്ചോണ്ടും പോണേണ്. എങ്ങോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അവനാണ് ചേട്ടനെ കൊണ്ട് പോകുന്നത്. ഓട്ടമാണ് അവൻ്റെ പുറകെ ഓടാൻ തന്നെ ശരിക്കും ഇവിടെ നേരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഫ്ലോറിൽ കയറി കഴിഞ്ഞപ്പോഴേക്കും അവിടെ മെയിനായിട്ട് ഈ ആമ്പിള്ളേരുടെ അതായത് മെൻസിൻ്റെ സെക്ഷനൊക്കെ ആയിരുന്നു. അപ്പോൾ സ്നേഹ ഒരു ഡ്രസ്സൊക്കെ കാണിച്ചു, കാരണം ഇവരുടെ എൻഗേജ്മെൻറ്റിൻ്റെ ഒരു കളർ അതായിരുന്നു. അപ്പോൾ ആ ഡ്രസ്സ് കണ്ടപ്പോഴേക്കും അവൾ സെബാനെ കാണിച്ചു കൊടുക്കണമായിരുന്നു, ഇത് കണ്ടാടോ എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ നേരെ വെഡ്ഡിങ് സാരിയുടെ സെക്ഷനിലോട്ട് ചെന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴേക്കും കുറേ കളക്ഷൻ ഇങ്ങനെ ഇരിപ്പുണ്ടാവും. അതിനകത്തുനിന്ന് ഏതെടുക്കണം, അല്ലെങ്കിൽ എങ്ങനത്തെ മോഡൽ എടുക്കണം, എങ്ങനത്തെ ഡ്രസ്സ് എടുക്കണം, ഏത് കളർ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പോൾ സ്നേഹയാണെങ്കിൽ 1-2 സാരീസ് ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഏതൊരു മോഡലൊക്കെ ഉള്ള സാരി എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് 1-2 നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കി വന്നപ്പോഴേക്കും അതിൻ്റെ കളർ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ എല്ലാവരും തന്നെ എടുക്കുന്ന സെയിം ഒരു കളറൊക്കെ തന്നെയാണെന്ന്. അപ്പോൾ 2-3 നോക്കി. ചിലത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ചിലത് ഇഷ്ടപ്പെട്ടില്ല. ചിലതിൻ്റെ ഡിസൈൻ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ചിലതിൻ്റെ ആ കളർ അത്രയും ഡാർക്ക് കളർ വേണ്ട. അതങ്ങനെ പല ഇതാണ്. സാരിയാണെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കണ്ണെടുക്കാനും തോന്നത്തില്ല നമുക്ക് അവിടെ നിന്ന് എങ്ങനെ. അപ്പം അതിനിടയിൽ അതും അപ്പാപ്പൊക്കെ കൂടി അവിടെ ഏതൊക്കെയോ ബെഞ്ചോ എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ കിട്ടിയപ്പോഴാണ് ഇത് കാണുന്നത് തന്നെ. അവൻ അവിടെ കയറി കിടക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അപ്പിച്ച് അവിടെ നിന്ന് എടുത്തിട്ട് കണ്ടില്ലേ, ഇതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഈ കടയുടെ ഒരു വ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. മൊത്തത്തിലിങ്ങനെ ഏതോ ഒരു വലിയൊരു എന്താ പറയുക, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ പുതിയ ഷോപ്പ് തന്നെ അത്യാവശ്യം ഒരു രാജകീയ പ്രൗഢി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിൽ വേറൊരു സംഭവം ഉണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ വെഡ്ഡിങ് സാരി എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ചായ കുടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോയിരുന്നു. അതിൻ്റെ സൈഡിലായിട്ട് വേറൊരു സെക്ഷൻ ഉണ്ട്. സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ
കുറച്ചും കൂടി പ്രീമിയം കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷനാണ് അവിടെ. അപ്പോൾ അത് ഞങ്ങൾ സാരിയൊക്കെ എടുത്ത് കഴിഞ്ഞ് ഞങ്ങളുടെ വെഡ്ഡിങ് സാരിയുടെ പർച്ചേസൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അങ്ങോട്ടേക്കുള്ള അത് കണ്ടത്. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോയി. ചായ തന്നെ നമുക്ക് നല്ലൊരു കോഫിയൊക്കെ കിട്ടിയിട്ട്, നല്ല ബ്രൂ കോഫി, എന്ത് കോഫിയാണെന്ന് അറിയത്തില്ല, നല്ല ടേസ്റ്റ് ആയിരുന്നു എന്തായാലും. അപ്പോൾ ഇതായിരുന്നു ആ സെക്ഷൻ. അത് കണ്ടപ്പോഴേക്കും അങ്ങോട്ടേക്ക് പോവാണ്ടിരിക്കാനായിട്ട് പറ്റുന്നേ ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനെ മാടി മാടി വിളിച്ചുകൊണ്ടിരിക്കുന്ന പോലെയായിരുന്നു ആ ഒരു ഭാഗം. എന്നുവെച്ചാൽ എന്താ പറയുക, ഈ പണ്ടത്തെ കൊട്ടാരങ്ങളൊക്കെ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു ലുക്ക് പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതിൽ കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നടന്നു. അതിൻ്റെ ഇടയിൽ സെബാൻ ഇങ്ങനെ വീഡിയോ എടുത്ത്, സെബാൻ പറഞ്ഞു നീ വേണമെങ്കിൽ അങ്ങോട്ടൊന്ന് പോയി നോക്ക്, നീ വേണമെങ്കിൽ ഇങ്ങോട്ടൊന്ന് പോയി നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നല്ല വലിയൊരു മിററൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. നല്ല ഭംഗിയാണ് ആ മിറർ കാണാൻ, നല്ല ഭംഗിയുണ്ടായിരുന്നു. ആ മിററിലൊക്കെ പോയി നോക്കി. അപ്പോൾ അവിടെ കുറേ സാരിയൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ ഒന്നും റേറ്റൊക്കെ ഒന്നും നമുക്ക് കണ്ണ് പിടിക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടൊന്ന് നോക്കാനും കൂടി പോയില്ല. അപ്പോൾ അങ്ങനെ ആ സെക്ഷനിൽ അവിടെ ആ ഒരു ഭാഗമൊക്കെ ഇങ്ങനെ കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങൾ വേഗം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരത്തെ താഴത്ത് അമ്മച്ചിക്ക് സാരി എടുക്കാൻ വേണ്ടി പോയി. അമ്മച്ചിക്ക് സാരി എടുക്കാൻ വേണ്ടി പോയ സമയത്താണ് അതിനൊന്ന് ടോയ്ലറ്റ് കൊണ്ടുപോകാൻ വേണ്ടി പോയപ്പോഴേക്ക് അതിൻ്റെ സൈഡിലായിട്ട് കിടക്കുന്ന ഒരു പ്ലേ ഏരിയ ഉണ്ടായിരുന്നു കിഡ്സിൻ്റെ. അവനാണെങ്കിൽ അത് കണ്ടിട്ട് അവിടെ കയറിയാലേ പറ്റുള്ളൂ. അവിടെ കയറുന്നതിന് നമുക്ക് എക്സ്ട്രാ പൈസ ഒക്കെ കൊടുക്കുകയൊക്കെ വേണം. അപ്പോൾ അവൻ 1 മണിക്കൂറത്തേക്ക് ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനാണെങ്കിൽ ഏതിൽ കയറണം എന്നുള്ള കൺഫ്യൂഷനാണ്. ഓരോ സാധനത്തിലോട്ടും കയറും. അവനാണെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണുമല്ലോ, ഈ യൂട്യൂബിലൊക്കെ ആണെങ്കിലും ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണുന്നതുകൊണ്ട് അവനിത് കണ്ടപ്പോഴേക്കും ഭയങ്കര ഇൻട്രസ്റ്റായി, ഭയങ്കര സന്തോഷമായിരുന്നു. ഓരോ സാധനത്തിലും കയറി ഇറങ്ങി ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ സെബാനായിരുന്നു കൂടെ കയറിയച്ച, ഒരാൾ മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ കൂടെ. അപ്പോൾ അത് അങ്ങനെ കയറാൻ പോയി. അപ്പോൾ അവൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര ബോൾസ് ആണെങ്കിലും കുറേ സംഭവങ്ങളുണ്ട് അതിനകത്ത് കളിക്കാനായിട്ട്. അതുകൊണ്ട് പിള്ളേരുടെ കാര്യത്തോട് നമുക്ക് ടെൻഷൻ അടിക്കണ്ട. പിള്ളേരെ അവിടെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് നടക്കുകയും ചെയ്യാം. കാരണം ഒരു പിള്ളേർക്ക് ഹാർംഫുള്ളായിട്ടുള്ള രീതിയിലുള്ള ഒന്നുമില്ല അവിടെ. എല്ലാം ഇങ്ങനെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ, ഇങ്ങനെ സ്പോഞ്ച് പോലത്തെ അങ്ങനത്തെ ടൈപ്പാണ്. അപ്പോൾ അതൊരു സാധനത്തിൽ കൂടെ തീട്ടി വരാൻ വേണ്ടി കയറിയതായിരുന്നു. അപ്പോൾ സെബാൻ അങ്ങനെ തീട്ടി വരുന്നത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വലിയ കാര്യത്തിൽ അതിൻ്റെ താഴെ പോയിരുന്നതാണ്. പക്ഷെ അവനാണെങ്കിൽ ആ നേരത്തിന് വേറെ എങ്ങോട്ടൊക്കെ ഓടിക്കളഞ്ഞു അതിൻ്റെ ഇടയിൽ കൂടെ. സെബാൻ താഴത്ത് കുറേ നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ട് അവനെ കാണുന്നില്ല. പിന്നെ അയാൾ എനിക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് പിന്നെ അവനെ കണ്ടത് തന്നെ. അവൻ ആ വഴി വേറെ എങ്ങോട്ടൊക്കെ ഓടിക്കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്മച്ചിക്ക് സാരി എടുക്കാൻ വേണ്ടിയിട്ട് ഇതായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. നോക്കി ഒരെണ്ണം സെലക്ട് ചെയ്തെടുത്തു. അപ്പോഴത്തേനും ഒരു 3 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു. അതിനാണെങ്കിൽ വിശപ്പം തുടങ്ങി. ഞങ്ങൾ ചെറിയൊരു സ്നാക്സ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും ചേട്ടൻ അതും കൂടെ വന്നു. അപ്പോൾ അമ്മച്ചിയൊക്കെ ആണെങ്കിൽ സെബാനുള്ള ഷർട്ടൊക്കെ അവിടെ നോക്കിക്കൊണ്ടിരിക്കണായിരുന്നു. ഞങ്ങൾ അപ്പോൾ എന്നാൽ പോയി അതിനെന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവനൊരു പഴംപൊരി ഒരു അടയും കൂടി വാങ്ങിച്ചിട്ട്, ഏത് കഴിക്കുമെന്ന് അറിയാൻ പാടില്ല, അതുകൊണ്ട് 2ഉം വാങ്ങിച്ചു. പക്ഷേ അവനേതാണ്ട് അടയോ എന്താണ്ട് ഇച്ചിരി കഴിച്ചിട്ട് പിന്നെ മതിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നു. അങ്ങനെ പർച്ചേസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡും കഴിച്ചിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ വന്ന വഴിക്ക് തന്നെ അവന് ബിന്ദു ചേച്ചിയുടെ കടയിൽ നിന്ന്, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കടയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ചേച്ചിയുടെ പേരെ ബിന്ദു ചേച്ചിയുടെ അവിടെ നിന്ന് ബിസ്ക്കറ്റ് വേണമെന്നുണ്ട്. ബിസ്ക്കറ്റും വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോയത്. അപ്പോൾ വീട്ടിലോട്ട് പോയിട്ട് പോയ സമയത്തുള്ള കോലവും വന്ന സമയത്തുള്ള കോലവും കണ്ടില്ലേ, അത്രയും ടയേർഡായിട്ടാണ് തിരിച്ചു വന്നത്. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, പിന്നെ നല്ല വെയിലും ഉണ്ടായിരുന്നു. ഈ സമയം ഇപ്പോഴൊന്നും അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഏപ്രിൽ ആ ഒരു സമയത്താണ് പോയത്. പക്ഷേ വീഡിയോ വരുന്നത് ഇപ്പോഴാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ പർച്ചേസിങ് വ്ളോഗ് ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ബാക്കി കല്യാണ വിശേഷങ്ങൾ പുറകെ തന്നെ വരുന്നുണ്ട്. ബൈ.